രാവിലെ തന്നെ വ്യായാമം ചെയ്യുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ക്രൈമിന്റെ പവർ ക്രൈം മാസ്റ്റർ ജോഗാവർ. ഈ അമ്മാവൻ എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നതേയില്ല. റോസി മുത്തേ, നീ ഇനി കണ്ടോണം. ഇനി അമ്മാവൻ വെയിറ്റ് എടുത്ത് കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം പണി കിട്ടും. പിന്നെ ഒരിക്കലും അയാൾക്ക് എഴുന്നേക്കാൻ പോലും പറ്റില്ല. ടിക്യൂ. അയ്യോ, ഇതെങ്ങനെയാ പെട്ടെന്ന് വെയിറ്റ് കൂടിയത്? ഇത്ര മുമ്പേ പൊക്കിയപ്പോ ഇത്രയും ഭാരം ഇല്ലായിരുന്നല്ലോ. ആരെങ്കിലും ഒന്ന് വന്ന് പിടിക്കോ. എടുത്തു മാറ്റേ. അയ്യോ, ഞാനിപ്പോ ചാവേ. അയ്യോ അമ്മേ, ഇത്രയധികം ഭാരം ഞാൻ ഇതുവരെ പൊക്കിയിട്ടില്ലല്ലോ. ഞാൻ ഒടുക്കത്തെ സ്ട്രോങ് ആയെന്നാ തോന്നുന്നത്. കൊള്ളാം കൊള്ളാം, അടിച്ചു പൊളിച്ചേ. മാമാ, ഇത് കോജി അങ്കിളിന്റെ പുതിയ കണ്ടുപിടുത്തത്തിന്റെ കഴിവാ. ഈ സ്പ്രേ കണ്ടില്ലേ? ഇത് ഏതെങ്കിലും സാധനത്തിന്റെ മുകളിൽ അടിച്ചാ അത് റബ്ബറിനെ പോലെ വളഞ്ഞ് വെയിറ്റ് ഇല്ലാതെയാവും. അതെ കോജി, തന്റെ ഈ കണ്ടുപിടുത്തം കിടുക്കനായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഈ കണ്ടുപിടുത്തം കൊണ്ട് നമുക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുക? പാൽപായസത്തിന്റെ രുചി വല്ലോ കുരങ്ങിനറിയാമോ? ഈ സ്പ്രേ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കാണിച്ചു തരാം. റോസി മുത്തേ, വിട്ടോ വണ്ടി. വിട്ടോ റോസി. നിക്കാൻ. ഈ ഷട്ടർ അടച്ചിട്ടിരിക്കുകയാണല്ലോ. ആരുമില്ല. ഈ സ്പ്രേ ഉപയോഗിക്കാൻ സമയമായി. ടിഷ്ക് ടിഷ്കു. റെഡി സ്റ്റഡി ഗോ. എന്റെ മാമാ, മാമനത് വഴി പോവാൻ പറ്റത്തില്ല. ക്രൈമിന്റെ പവർ ക്രൈം മാസ്റ്റർ ജോഗാവർ. ഇത് ലോക്കാണല്ലോ. എടാ ലോക്കറേ, നിനക്ക് എന്നോട് ഏറ്റുമുട്ടാനാവില്ല. കാരണം എന്റെ കയ്യിൽ റബ്ബർ സ്പ്രേ ഉണ്ട്. ഇപ്പൊ ശരിയാക്കി തരാം. കാശ് 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 എല്ലാം കൊള്ളയടിക്കും. ഭയങ്കര തിടുക്കത്തിലാണെന്ന് തോന്നുന്നല്ലോടാ ജോഗാവരെ. നിയമത്തിന്റെ കുരുക്കിൽ നിന്നും പോലീസ് മേഡത്തിന്റെ തൊഴിയിൽ നിന്നും നിനക്ക് ഒരിക്കലും രക്ഷയില്ല. അയ്യോ പോയേ. യോഗാവർ കാണാനാ. അനങ്ങി പോകരുത്, അല്ലെങ്കിൽ എന്റെ തോക്ക് നിന്നോട് ഉത്തരം പറയും. എടോ നിക്കടോ അവിടെ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. അമ്മാവാ, നിങ്ങൾ എങ്ങോട്ടേക്കായി പോണത്? ഇങ്ങോട്ട് വാ. താങ്ക്സ് റോസി. ബൈ ബൈ എവരിബഡി. ബൈ ബൈ. നീ എന്തൊക്കെയായി കണ്ടുപിടിക്കുന്നത്? നിന്റെ ഓരോ കണ്ടുപിടുത്തം കാരണം അനുഭവിക്കുന്നത് ഞങ്ങളാണെന്ന് ഓർത്തോണം. കേട്ടടോ? അയാളെ പിടിക്കുന്നത് അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. നമ്മൾ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കിയേ പറ്റൂ. ഇപ്പോൾ കിട്ടിയ വാർത്ത, ജോഗാവർ എന്ന കുപ്രസിദ്ധ കള്ളൻ നഗരത്തിൽ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. അവൻ മോഷണങ്ങൾ നടത്തിയിട്ടും പോലീസിനൊന്നും ചെയ്യാൻ കഴിയാതെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണോ? എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്.
നിങ്ങളെല്ലാവരും അത് കേട്ടു നോക്ക്. ഇനി നമ്മൾ അയാളെ അന്വേഷിച്ച് പോയില്ല. ജോഗാവർ സ്വയം ഇങ്ങോട്ടേക്ക് വരും. അയ്യോ, ഊണ് കഴിക്കുന്ന സമയത്തൊന്നും വിളിച്ചേക്കരുത്, അല്ലെങ്കിൽ കഴിക്കാൻ കൊടുക്കേണ്ടി വരും. കാശ് മരത്തിലൊന്നും ഉണ്ടാവൂല. അവനിങ്ങി വരട്ടെ. അവന് ജയിലിനകത്ത് ഭക്ഷണം പോയിട്ട് കാറ്റ് പോലും കിട്ടില്ല. എടാ കൊച്ചിയർക്ക, നീ എന്തെങ്കിലും ഒരു ഐഡിയ പറയടാ. റബ്ബർമാന്റെ ഭീഷണിയെ തുടർന്ന് ബാങ്കുകൾ അവിടുത്തെ കാശ് മുഴുവൻ ബാങ്കിലെ ലോക്കറിൽ നിന്നും മാറ്റി A1 ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. പോലീസ് പറയുന്നത് റബ്ബർമാനെ പിടിക്കുന്നത് വരെ ബാങ്ക് ലോക്കറിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ ഒന്നും തന്നെ തിരിച്ചു കൊണ്ടുവരില്ലെന്ന്. അതെന്താ? എടി റോസമ്മേ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ബാങ്കുകളൊക്കെ കാലിയാണല്ലോ. ഇപ്പോ ബാങ്കിലൊന്നും ഇല്ലെങ്കിൽ എന്താ? എല്ലാം പല്ലയുടെ ഓഫീസിനകത്ത് കാണുമല്ലോ. നേരെ അവിടെ ചെന്ന് നമുക്കെല്ലാം വാരിക്കൂട്ടാം. നീ വാ. എന്ത് പറയുന്നു? പറ. എനിക്കെല്ലാം മനസ്സിലായി റോസി. കൊള്ളാം. ക്രൈമിന്റെ പവർ ക്രൈം മാസ്റ്റർ ജോഗാവർ ഇതാ മോഷ്ടിക്കാനായി വരുന്നു. ടിഷ്ക്യൂം. ഹലോ അനന്തരവാ, ലോക്കറൊക്കെ എവിടെയാണ്? ഈ റൂം കാലിയാണല്ലോ. ഇവൻ പാമ്പിനെ പോലെ ആയല്ലോ. ലോക്കറൊന്നുമില്ല, ജയിലുണ്ട്. എന്തായാലും വന്നതല്ലേ. ഇനി നിങ്ങൾ എത്ര മെലിഞ്ഞെന്ന് പറഞ്ഞാലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ റൂമിന് ജനലുകളില്ല, ഒരു സ്പെഷ്യൽ ഡോർ മാത്രമേ ഉള്ളൂ. ചതി! ക്രൈം മാസ്റ്റർ ജോഗാവറിനെതിരെ ചതി പ്രയോഗിക്കുന്നുവോ? എന്നെ പിടിക്കാൻ അത്ര എളുപ്പമല്ല. അതിന് നിങ്ങൾ ഒന്നുകൂടി ജനിക്കണം. എന്റെ മുഖത്തിത് എന്താ പറ്റിയത്? ഇതെന്താ എന്റെ മുഖം വല്ലാതെ വരുന്നത്? എന്താ ഇത്? എടാ അനന്തരവാ, എന്റെ മുഖത്ത് നീ എന്താണ് ഒഴിച്ചത്? നിന്നെ ഞാൻ വെറുതെ വിടില്ല. പോലീസ് മാഡം, ജോഗാവർ രക്ഷപ്പെടുന്നു. അയാളുടെ പുറകെ പോ. എടാ കണാര, ജോഗാവറെ നിക്കവിടെ. ബഹദൂറെ, വിട്ടോടിക്കോടാ. എടാ വണ്ടിയെ നോടാനല്ല, വണ്ടി എടുത്തോണ്ടോടാനാ പറഞ്ഞത്. പോട്ടം കണാര. വെള്ളമൊഴിച്ച അയാളുടെ ശരീരം മുറിഞ്ഞു പോകുന്ന തോന്നുന്നത്. ട്രൈ ചെയ്ത് നോക്കാം. എന്റെ കൈ ഇത് ഉറച്ചു പോയല്ലോ. റോസിയെ, സ്പീഡ് കൂട്ടിക്കോ. ഹലോ കോജി അങ്കിൾ, ഞാൻ ജോഗാവറിന്റെ നേരെ വെള്ളം ഒഴിച്ചു. അപ്പ അയാൾ ഉറിഞ്ഞു പോയി. അപ്പ റബ്ബറില് വെള്ളം ഏൽക്കുന്നാണോ? ഉറപ്പായിട്ടും. പക്ഷെ വെള്ളം തണുത്തതായിരിക്കണം. കോജി അങ്കിൾ, തണുത്ത വെള്ളം ഇത്ര എഫക്റ്റ് ചെയ്യെങ്കിൽ അവന്റെ ദേഹത്ത് നൈട്രജൻ ഗ്യാസ് സ്പ്രേ ചെയ്താൽ പിന്നെ അവന് അനങ്ങാൻ പറ്റില്ലല്ലോ. എന്റെ അനന്തരമായ എന്ത് ബുദ്ധിയാ നിന്റെ? എന്റെ തലയിൽ ഈ ബുദ്ധി നേരത്തെ എന്തുകൊണ്ട് വന്നില്ല? താങ്ക് യു അങ്കിൾ. അങ്കിൾ പെട്ടെന്ന് നൈട്രജൻ ഗ്യാസിന്റെ ടാങ്കർ എടുത്തോണ്ട് ഫണ്ടൂഷ് നഗർ ഹൈവേയിലേക്ക് വാ. അവൻ അങ്ങോട്ടാ പോകുന്നേ. എടാ നിക്കടവിടെ. ഓ, എന്താടാ നീ ചെയ്തത്? എന്റെ മേക്കപ്പ് പോയി. ബഹദൂറെ, കണ്ണാടി കാണിക്ക്. എന്നെ വന്ന് പിടിക്കൂ, വരൂ. അയ്യോ അനന്തരവാ, എന്താ നീ ചെയ്തത്? നിന്നെ പറ്റി ഞാൻ പോലീസ് മേഡത്തിനോട് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്, നോക്കിയോ. സോറി അങ്കിൾ, വെരി സോറി. ഇതെല്ലാം ജോഗാവറിനെ പിടിക്കാൻ വേണ്ടിയാ ചെയ്തത്.
തകർക്കാൻ വന്ന ഉടച്ച് കൈ തരും ഞങ്ങൾ. ഏത് കൊലകൊമ്പനെയും മുട്ടുകുത്തിക്കും ഈ അമ്മാവനും അനന്തരവനും. അമ്മാവ എറിഞ്ഞോ. ആ വേണ്ട. എടാ കള്ളം കാണാര, ഒരു കാര്യം എപ്പോഴും ഓർത്തോ, നിയമത്തിന്റെ കരങ്ങളിൽ നിന്നും ഈ പോലീസിന്റെ തൊഴിലിൽ നിന്നും ഒരിക്കലും നിനക്ക് രക്ഷയില്ല. എടാ ബഹദൂറെ, ഇവനെ പിടിച്ച് ജീപ്പിലിട്. അമ്മാവ അനന്തരവാ, താങ്ക് യു. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ മാമ? പെർഫെക്റ്റ്. ഓക്കേ.